എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് കൊളാബറേഷൻ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഐഡിയ തോന്നി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മുന്നോട്ട് പോവാണ്. നമ്മൾ പുതിയ കുറച്ച് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പല പല മേഖലയിൽ കഴിവുള്ള തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിവ് ചെറിയ ചെറിയ കലാകാരന്മാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ഓൺട്രപ്രണേഴ്സ് അവരൊക്കെ ആയിട്ടൊരു കൊളാബറേഷൻ വീഡിയോ, അവരുടെ സ്ഥാപനമോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കുകൾ എന്താണ് അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും അങ്ങനെ അവർക്കൊരു ആൾക്കാരിലേക്ക് അവരുടെ വർക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതൊന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കൊളാബറേഷൻ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. പുതിയൊരു കലാകാരനാണ്, ചെറിയൊരു പയ്യനാണ്. ആളുടെ കുറച്ച് വർക്കുകളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എൻക്വയറി വരികയാണെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അങ്ങനെ ഇതിൽ കൊളാബറേഷൻസിന് വർക്ക് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതൊരു സക്സസ്ഫുൾ ആക്കി തരാൻ നിങ്ങൾ പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കുക. ഈ വരുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമുക്കിവിടെ ഒരു യുവ പ്രതിഭയെ പരിചയപ്പെടാം. ഇരിക്കുന്നത് ആകാശാണ്. ആള് BCom ഫൈനൽ ഇയർ തൃശ്ശൂർ കോപ്പറേറ്റീവ് കോളേജിൽ സ്റ്റുഡൻ്റ് ആണ്. ആളുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആൾ ചെയ്യുന്ന കുറച്ച് കലാരൂപങ്ങളാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ഓരോരോ വർക്കുകൾ, അതായത് ആൻറ്റീക്കായിട്ടുള്ള ട്രഡീഷണൽ ഹാൻഡ് ക്രാഫ്റ്റ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആൾ പഠിക്കാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഐഡിയയിൽ തന്നെ ചെയ്തെടുക്കുന്ന വർക്കുകളാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് ആകാശിനോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം. എത്ര കാലമായി ആകാശ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാനൊരു 6 വർഷമായിട്ടുണ്ടാവും തുടങ്ങിയിട്ട്. പഠിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു സ്വന്തം ഐഡിയയിൽ എനിക്ക് താല്പര്യം തോന്നി ഉണ്ടാക്കിയതാണ്. അങ്ങനെ സക്സസ് ആയി വന്നതാണ്. ആർക്കൊക്കെ വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വർക്കുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്? വർക്കുകൾ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ 10-15 വർക്ക് ചെയ്തിട്ടുണ്ട്. നെറ്റിപ്പട്ടം ആണ് മെയിനായിട്ട് ചെയ്യാറ്. പിന്നെ എനിക്ക് കലകൾ കൂടുതൽ ഇഷ്ടമായ കാരണം തിരുവോടയാടയും പാവാടയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിനോട് കൂടുതൽ കുറച്ചുകൂടി താല്പര്യമുണ്ട്. സമയം എടുക്കും ഒരു നോർമൽ ഒരു നെറ്റിപ്പട്ടമൊക്കെ ചെയ്യാൻ? നോർമൽ നെറ്റിപ്പട്ടം സാധാരണ ഇത് ഉണ്ടാക്കാനായിട്ടൊരു മെനക്കെട്ടിരിക്കുന്നതിന് ഒരു 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പതുക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. എത്രത്തോളം ഹൈറ്റും അങ്ങനെ അതിൻ്റെ ലെങ്ത്തും വീതിയൊക്കെ എങ്ങനെയാണ്? ലെങ്ത് വീതി അത് നമ്മൾ ഓർഡർ തരുന്ന ആൾക്കാർ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ 6 അടി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2.5 അടി ഉണ്ട്, പിന്നെ 3 അടി, പിന്നെ 5, 6 ആ ലെങ്ത്താണ് വരുന്നത്. ടീമിലൊക്കെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നെറ്റിപ്പട്ടം? എനിക്ക് കൂടുതലും ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാവുള്ളൂ. എനിക്കത്ര താല്പര്യം. ഏത് വർക്ക് ആയാലും ഫിനിഷിങ് മെയിനാണ്. ഫിനിഷിങ് ഉണ്ടായാലും എനിക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ മെയിനായിട്ട് ക്യാൻവാസിൽ ഉണ്ടാക്കാറ്. കാർഡ് ബോർഡിൽ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നിയിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ, ഇപ്പോൾ ആൾക്കാരെ ഓർഡർ കിട്ടിയിട്ട് പുറത്തേക്ക് കൊടുത്താക്കാനൊക്കെ ആയാലും നമുക്ക് മടക്കി സുഖമായിട്ട് എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കുഴപ്പമില്ല. കൊണ്ടിരിക്കുന്ന വർക്ക് നമുക്കൊന്ന് കാണിച്ചു എന്താണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു 5 അടിയുടെ നെറ്റിപ്പട്ടാണ്. ഇതിലിപ്പോൾ ഏകദേശം ഇത് പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം ഒരു 2 ദിവസത്തിനുള്ളിലാണ് പണി തീർത്തിട്ടുള്ളത്. നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിനെ സൂചിപ്പിക്കുന്ന ഒരു മഹാക്ഷേത്രം എന്നാ പറയാ.
നെറ്റിപ്പട്ടം തന്നെ. അപ്പോൾ ഇതിൽ ശിവൻ, പാർവതി, നവഗ്രഹങ്ങൾ, പിന്നെ പഞ്ചഭൂതങ്ങൾ, മൂലഗണപതി, ചന്ദ്രകല, അങ്ങനെയൊക്കെ ഓരോ ദേവന്മാരെയും ഇതിലുള്ള എല്ലാ മുത്തോടും ഓരോ ദേവന്മാരെയും ദൈവന്മാരെയും സങ്കല്പത്തിലാണ് ഉണ്ടാകുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, ഇത് ഫുള്ളായിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് വർക്കുകൾ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ താല്പര്യമുള്ളത് കോലാണ്. ഇതിപ്പോൾ സമ്മാനമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരാഴ്ചത്തോളം വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷത്തെ എനിക്കൊരു ചെറിയൊരു ഭാഗ്യം കിട്ടി. പാറമേക്കാവ്, തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് കോടയുമ്പോൾ ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. വാൽക്കണ്ണാടിയുടെ ഡിസൈനാണ് ഉണ്ടാക്കിയത്. ഒരു 10-200ഓളം വാൽക്കണ്ണാടി ഉണ്ടാക്കി. ദേവിയുടെ അനുഗ്രഹം. ഭാരവാഹികളോട് നന്ദി ഞാൻ പറയണം. വ്യൂവേഴ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ നെറ്റിപ്പട്ടോ അല്ലെങ്കിൽ കോലം കാണിച്ച പോലെ ഐറ്റംസ് വീട്ടിലേക്കോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആകാശിനെ കോൺടാക്ട് ചെയ്യാം. ആകാശിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എങ്ങനെ ഓർഡർ ചെയ്യണം എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ശരി, ബൈ.